all, welcome to ONCE. ഇന്ന് നമ്മൾ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ EET 203 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. കോഴ്സ് കോഡ് EET 203 മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, എക്സാം ഡ്യൂറേഷൻ 3 hours, മാക്സിമം മാർക്ക് 100. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2019 സ്കീം മൊഡ്യൂൾ 3 സിലബസ് ആണത്. ക്ലാസിഫിക്കേഷൻ, മെഷർമെൻറ്റ് ഓഫ് ലോ, മീഡിയം, ഹൈ റെസിസ്റ്റൻസ്, അമ്മീറ്റർ വോൾട്ട്മീറ്റർ മെത്തേഡ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, വീസ്റ്റൻസ് ബ്രിഡ്ജ്, ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, മെഷർമെൻറ്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ്, പിന്നെ ഇൻഡക്റ്റൻസ് മെഷർമെൻറ്റ്, മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ്, പിന്നെ കപ്പാസിറ്റൻസ്, ഷെറിൻസ് ബ്രിഡ്ജ്, വീൻസ് ബ്രിഡ്ജ്, കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ വോൾട്ട്മീറ്റർ, വാട്ട് മീറ്റർ, യൂസിങ് DC പൊട്ടൻഷ്യോമീറ്റർ, ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറൻറ്റ് ഇൻ DC മെഷർമെൻറ്റ്, സ്പിയർ ഗ്യാപ്സ്, DC ഹോൾ എഫക്ട് സെൻസേഴ്സ്, ഇതെല്ലാമാണ് മൊഡ്യൂൾ 3 വരുന്ന ടോപ്പിക്സ്. പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്, 3 മാർക്സിൻ്റെ. 5th and 16th ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ഹൗ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷർഡ് യൂസിങ് ലോസ് ഓഫ് ചാർജ് മെത്തേഡും, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹോൾ എഫക്റ്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഹൈ DC കറൻറ്റ് മെഷർമെൻറ്റ്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എക്സ്പ്ലെയിൻ ഹൗ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷർഡ് യൂസിങ് ലോസ് ഓഫ് ചാർജ് മെത്തേഡ്. ലോസ് ഓഫ് ചാർജ് മെത്തേഡ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതിൻ്റെ അകത്ത് അറിയേണ്ടത് ഇതാണ്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഒരു വോൾട്ടേജ് V, നമ്മളൊരു വോൾട്ട്മീറ്റർ ഉണ്ട്. ഇതാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഒരു കപ്പാസിറ്റർ അക്രോസ് കണക്ട് ചെയ്യുന്നു. നമുക്ക് എങ്ങനെയാണ് ആ മെത്തേഡ് നോക്കാം. Insulation resistance R to be measured is connected in parallel with a capacitor C and an electrostatic voltmeter. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഏത് റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് അത് എന്തിന് അക്രോസ് ആയിരുന്നു ആ ഫിഗറിൽ വെച്ചിരുന്നത്, കപ്പാസിറ്ററിന് അക്രോസ് കണക്ട് ചെയ്യണം. ഒരു R, ഇവിടെ ഒരു വോൾട്ട്മീറ്ററും ഉണ്ട്. The capacitor is charged to some suitable voltage by means of a battery having voltage V and is then allowed to discharge through the resistance. ആദ്യമേ നമ്മൾ ഈ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വിച്ച് ഓപ്പൺ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഈ റെസിസ്റ്ററിൽ കൂടി ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ടെർമിനൽ വോൾട്ടേജ് ഒബ്സർവ്ഡ് ഓവർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം ഡ്യൂറിങ് ഡിസ്ചാർജ്. ഈ വോൾട്ട്മീറ്റർ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അത് അതിൻ്റെ ഓരോ ടൈമിലുള്ള ഡിസ്ചാർജ് വോൾട്ടേജ് മെഷർ ചെയ്യും. ഇഫ് ദ റെസിസ്റ്റൻസ് ഇസ് ലാർജ്, നമുക്കറിയാം ടൈം കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു RC ആണ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ സർക്യൂട്ടിൽ. അപ്പം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ലാർജ്, the time for appreciable fall in voltage is very large. വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ള വോൾട്ടേജ് ഡിസ്ചാർജ് ചെയ്ത് കാണിക്കണമെങ്കിൽ ആ ടൈമും കൂടുതലായിരിക്കും. ആ ടൈമാണ് ടോ. ആൻഡ് ദസ് ദിസ് പ്രോസസ് മേ ബിക്കം ടൈം കൺസ്യൂമിങ്. അങ്ങനെ അതെന്താകും, ടൈം കൺസ്യൂമിങ് പ്രോസസ്സായി. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഡിറ്റർമൈൻ ദ ടൈം T ഫ്രം ദ ഡിസ്ചാർജ് കർവ് ഓഫ് ദ കപ്പാസിറ്റർ ബൈ പ്ലോട്ടിങ്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യും. ലോഗ് Vയും Tയും വെച്ചിട്ട് ഒരു കർവ് പ്ലോട്ട് ചെയ്യും. ആൻഡ് ദിസ് കർവ് ഈസ് ലീനിയർ. ആ കർവിൻ്റെ ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയായിരുന്നു, വോൾട്ടേജ് V അപ്ലൈ ചെയ്യുന്നു, ഒരു സ്വിച്ച് ഉണ്ട്, വോൾട്ട്മീറ്റർ ഉണ്ട്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത്, ഇതാണ് കപ്പാസിറ്റർ C. ഇപ്പം എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് വോൾട്ടേജ് V ആകുന്നു, സ്വിച്ച് ഓപ്പൺ ആക്കുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു റെസിസ്റ്ററിൽ കൂടി. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്, വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുകയാണ് അല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു സർക്യൂട്ട്, ഇങ്ങനെ പോകുന്ന ഗ്രാഫിൻ്റെ ഇക്വേഷൻ എന്താണ്, V e⁻t/τ അല്ലേ. കാരണം എന്താണ്, ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. ആദ്യമേ ഉണ്ടായിരുന്ന വോൾട്ടേജാണ് ഇത്, ക്യാപിറ്റൽ V. e⁻t/τ ആണ്. ഇൻക്രീസ് ചെയ്യുന്ന ഫിഗർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, V = V × 1 - e⁻t/τ ആണെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇത് എക്സ്പൊണൻഷ്യലി ഡിക്രീസ് ചെയ്യാണ്. ഡിക്രീസ് ചെയ്യണതിൻ്റെ ഫിഗറിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മായ്ക്കാം. അപ്പം
ഈ വി ഇസിക്കൽ ടു വി ഇൻറ്റു ഇ റേസ് ടു, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സ്പൊണൻഷ്യൽ ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ ആണ് ആർ സി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ വി ബൈ വി ഇസിക്കൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. അതിൽ നിന്ന് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലോഗ് എടുക്കണം. ലോഗ് വി ബൈ വി ഇസിക്കൽ ടു ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ log to the base e v by v is equal to minus t by tau is equal to rc. നമുക്ക് r ആണ് കിട്ടേണ്ടത്. r ആണ് കിട്ടേണ്ടത്. മൈനസ് ടി ബൈ സി ലോഗ് ഇ ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി. ടി ബൈ സി ലോഗ് ക്യാപിറ്റൽ വി ബൈ സ്മോൾ വി. അപ്പോൾ നമുക്ക് കിട്ടി. ഈ ലോഗ് 10ന്റെ ബേസിലാക്കുമ്പോഴാണ് നമുക്ക് ഈ 0.433 കിട്ടുന്നത്, 4343 കിട്ടുന്നത്. ഓക്കെ, ഈ ക്യാപിറ്റൽ വി കൺഫ്യൂസ്ഡ് ആവണ്ട. അതായത് ഏതെങ്കിലും ഒരെണ്ണം ക്യാപിറ്റൽ വി ഒരെണ്ണം സ്മോൾ വി കൊടുക്കുക. യൂഷ്വലി സ്മോൾ വി എന്നുള്ളത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇക്വേഷൻ ഇങ്ങനെ വന്നിട്ട് ഡിറൈവ് ചെയ്ത് കിട്ടുക. ദ വേരിയേഷൻ ഓഫ് വോൾട്ടേജ് വി, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് വി വിത്ത് ടൈം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് സ്മോൾ ലെറ്റർ വി ഇസ് ഈക്വൽ ടു ഈ ക്യാപിറ്റൽ വി. ഇതാണ് ആദ്യമേ ഉണ്ടായിരുന്ന വോൾട്ടേജ്. നമ്മൾ എത്രയാണ് ചാർജ് ചെയ്ത് ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. അത് ആ ഫിഗർ തന്നെ ലോഗിൻ്റെ പ്ലോട്ടിൽ ലോഗ് വി ഇത് വിയും ടൈമും ആണെങ്കിൽ ഇത് ലോഗ് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ലീനിയർ ആയിട്ടുള്ള ഗ്രാഫ് കിട്ടുന്നത്. ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഫിഗർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഹോൾ എഫക്റ്റ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ ഹൈ ഡി സി കറണ്ട് മെഷർമെൻറ്റ്. ഇത് ഹോൾ എഫക്റ്റ് മെത്തേഡ് എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് എ സ്ട്രിപ്പ് ഓഫ് കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ carries a current in the presence of a transverse magnetic field. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എവിടെ വെക്കുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെക്കുകയാണ്. അപ്പോൾ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് എഡ്ജ്. അടുത്ത ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഇതെന്ന്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് അപ്പം വോൾട്ടേജ് ഉണ്ടാകുന്ന എന്തിനൊക്കെയാണ്? അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെയും ഈ കറണ്ടിനെ ആയിരിക്കും proportional. The magnitude of the voltage depends upon the current and strength of the magnetic field and the property of the conductor. ഏത് മെറ്റീരിയൽ ആണ് വെച്ചിരിക്കുന്നതെന്നും ഡിപ്പെൻഡ് ചെയ്യും. അതിനെയാണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. ഹോൾ എഫക്റ്റ് is present in metals and semiconductor in varying amount and depending upon the densities and mobilities of carriers. അടുത്ത ഫിഗർ കാണുമ്പോൾ ഇത് ക്ലിയർ ആവും. ഇതാണ് നമ്മളുടെ ഹോൾ എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗർ. ഇതൊരു കണ്ടക്ടറാണ് ഈ ഒരു സ്ക്വയർ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇതാണ് ഹോൾ എഫക്റ്റ് വോൾട്ടേജ് കിട്ടുന്ന ടെർമിനൽ. അപ്പം നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ കൂടി കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. നെഗറ്റീവ് ടു പോസിറ്റീവ് ടെർമിനലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്യുന്നു. ഇങ്ങനെ പോകുന്നത് അതിന് പെർപെൻഡിക്കുലർ ട്രാൻസ്വേഴ്സ് ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത മറ്റൊരു ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ്. ഇങ്ങനെ ഓർത്താൽ മതി. കറണ്ട് ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ. അപ്പോൾ വോൾട്ടേജ് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം. ഇങ്ങനെയാണെങ്കിൽ കറണ്ട് എവിടെയാണ്? ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. അങ്ങനെയാണ് പൊട്ടൻഷ്യൽ അക്രോസ് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്താണ്? ലെറ്റ് us consider a current is passing through leads 1 and 2 of the strip. 1നും 2നും അക്രോസ് ഒരു കറണ്ട് ഫ്ലോ ചെയ്യാണ്. ദ ഔട്ട്പുട്ട് ലീഡ്സ് ആർ കണക്റ്റഡ് 3 and 4. 3നും 4നും അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടുന്നത്. When there is no transverse magnetic field passing through the strip. When a transverse magnetic field passes through the strip, ഔട്ട്പുട്ട് എപ്പോഴാണോ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് അപ്പോൾ എന്ത് പറ്റും? ഒരു വോൾട്ടേജ് നമുക്ക് കിട്ടും. അതിനാണ് ഹോൾ പൊട്ടൻഷ്യൽ. ദിസ് വോൾട്ടേജ് ഇസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത്. ദ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. KH ഇൻറ്റു I ഇൻറ്റു B ബൈ T. KH ആണ് ഹോൾ എഫക്റ്റ് കോൺസ്റ്റൻറ്റ്. I കറണ്ട്, B മാഗ്നറ്റിക് ഫീൽഡ്, ഫ്ലക്സ് ഡെൻസിറ്റി. T ആണ് അതിൻ്റെ തിക്നെസ്.
ഇപ്പം ഇതിൻ്റെ അകത്ത് ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഈ കെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെ എച്ച് ഇസിക്കൽ ടു ഇ എച്ച് ഇൻറ്റു ടി ബൈ ഐ ബി. ഇ എച്ച് എന്ന് പറഞ്ഞാൽ വോൾട്ടേജാണ്, ഇത് തിക്നെസ് മീറ്റർ വോൾട്ട് മീറ്റർ ബൈ ഐ ആംപിയർ, ഫ്ലക്സ് ഡെൻസിറ്റി വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ വെബർ മീറ്റർ റേസ് ടു -2 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കിട്ടി. ഇക്വേഷൻ നമ്മൾ പഠിക്കുക. ഇക്വേഷനിൽ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീനെ, പിന്നെ ഹോൾ എഫക്റ്റ് കോഎഫിഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത്, ഇനി ഹൈ കറണ്ട് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് കണ്ടക്ടർ. ഇത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയുള്ള മാഗ്നറ്റിക് കോൺസെൻട്രേറ്ററാണിത്. ഇതാണ് ഹോൾ എഫക്റ്റ് എലമെൻറ്റ്. ഇവിടെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ കിട്ടുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന്. ദിസ് ഡിവൈസ് സെർവ്സ് ടു മെഷർ എ കറണ്ട് ഇൻ എ conductor without the need for interrupting the circuit, without making electrical connection between the conductor circuit and the meter. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ കണക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡ്. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ ഇത് പറയാം. ദിസ് ഡിവൈസ് സെർവ്സ് ടു മെഷർ കറണ്ട് ഇൻ എ കണ്ടക്ടർ വിതൗട്ട് ദ നീഡ് ഓഫ് ആ സർക്യൂട്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യാതെ, വിതൗട്ട് മേക്കിംഗ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടർ സർക്യൂട്ടും മീറ്ററുമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കണക്ഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർമെൻറ്റ് ഓഫ് കറണ്ട് പോസിബിളാണ്. അത് അങ്ങനെ ചെയ്യുന്ന വേറൊരു ഡിവൈസാണ് ക്ലാമ്പ് ഓൺ അമ്മീറ്റർ. നമ്മൾ സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് മെഷർമെൻറ്റ് കിട്ടും. എ കറണ്ട് DC or AC passes through the conductor and sets up a magnetic field surrounding the conductor. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് അക്രോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് അത് എന്തിന് പ്രൊപ്പോർഷൻ ആയിരിക്കും? ആ കറണ്ടിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് പ്ലേസ്ഡ് ഇൻ ദ സ്ലോട്ടഡ് നോക്കൂ, ഇവിടെ ഒരു ഫെറോമാഗ്നറ്റിക് കോറിൻ്റെ അവിടെയാണ് നമ്മൾ ഹോൾ എഫക്റ്റ് ട്രാൻസ്ഡ്യൂസർ വെക്കുന്നത്. ദ വോൾട്ടേജ് ഇസ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനൽസ് ഇസ് പ്രൊപ്പോർഷണൽ ടു, നേരത്തെ പറഞ്ഞിരുന്നു എന്തിനൊക്കെയാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ആവുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ, പിന്നെ കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പം കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ. അപ്പോൾ എന്തിനാണ്? ആ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കിട്ടുന്നത്. ദ സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് കറണ്ട് ലെസ് ദാൻ മില്ലി ആംപിയറിന് കുറവുള്ള കറണ്ടാണ് ഈ മെത്തേഡിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. ടു തൗസൻഡ്സ് ഓഫ് ആംപിയേഴ്സ്, മില്ലി ആംപിയർ മുതൽ തൗസൻഡ്സ് ഓഫ് ആംപിയേഴ്സ് വരെ നമുക്ക് ഈ മെത്തേഡിൽ മെഷർ ചെയ്യാൻ പറ്റും. അറ്റ് ഹൈ കറണ്ട് ലെവൽ നമ്മൾ എന്ത് ചെയ്യും? മാഗ്നറ്റിക് കോൺസെൻട്രേറ്ററും വെക്കും. അപ്പം അന്നേരം എന്താകും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അകത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കേട്ടോ. വിത്തൗട്ട് മേക്കിംഗ് ഇലക്ട്രിക്കൽ കണക്ഷൻ അത് പറയുക, പിന്നെ മാഗ്നറ്റിക് കോൺസെൻട്രേറ്റർ യൂസ് ചെയ്യുന്ന കാര്യം പറയാം, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. ഇനി പാർട്ട് എ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പാർട്ട് ബിയിലെ 2 ക്വസ്റ്റ്യൻ ആണ്. 15ഉം 16ഉം രണ്ടിനും എയും ബിയും ഉണ്ട്. ടോട്ടൽ മാർക്ക് 14 ആണ്. അതിനകത്ത് എ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഹൗ unknown self inductance is measured using Maxwell's inductance bridge. സെൽഫ് ഇൻഡക്റ്റൻസ് എല്ലാം മെഷർ ചെയ്യുന്നത് മാക്സ്വെൽ ഇൻഡക്റ്റൻസ് ബ്രിഡ്ജിൻ്റെ വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ അൺനോൺ സെൽഫ് ഇൻഡക്റ്റൻസ്, ഡ്രോ ദ ഫേസർ ഡയഗ്രാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ അകത്ത് തിയറീനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അതിൻ്റെ ബ്രിഡ്ജ് സർക്യൂട്ട് വരക്കുന്നതിലും ഫേസർ ഡയഗ്രത്തിലും ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിലുമാണ്. അപ്പം ഫേസർ ഡയഗ്രത്തിനും സർക്യൂട്ട് ഡയഗ്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് ആൻസർ കിട്ടുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനായിരിക്കും ഈ 8 മാർക്ക് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് സ്പിയർ ഗ്യാപ്പ്. സ്പിയർ ഗ്യാപ്പിൻ്റെ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് ഹൗ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് എങ്ങനെയാണ് ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് സ്പിയർ ഗ്യാപ്പ് യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് ബി പാർട്ട്. നമുക്കതൊന്ന് നോക്കാം. ഇതിൽ ഞാൻ തിയറീനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ അകത്തെ ഫേസർ ഡയഗ്രാം സർക്യൂട്ട് ഡയഗ്രാമാണ്. അപ്പോൾ ആദ്യമേ സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. R1 L1, R3 R4 R2 L2 R2 ഇത്രയാണ് ഈ
ബ്രിഡ്ജ് എന്താണ് മെഷർ ചെയ്യുന്നത്? ഇൻഡക്റ്റൻസ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്? വിത്ത് വേരിയബിൾ സ്റ്റാൻഡേർഡ് മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്റ്റൻസിനും ഡിപ്പെൻഡ് ചെയ്താണ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യുന്നത്. L1 നമ്മളുടെ ആ ഒരു ഫിഗറിലുള്ള L1 അൺനോൺ ഇൻഡക്റ്റൻസ് ആണ്. പിന്നെ L2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ഇൻഡക്റ്റൻസ്. R2 വേരിയബിൾ ആണോ അല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ, ഇതിൻ്റെ അകത്ത് R1 L1 ഈ രണ്ടെണ്ണമാണ് വേരിയബിൾ. L2ൻ്റെ കൂടെ ഉള്ള ഒരു റെസിസ്റ്റൻസ് ആണ് R2. ഇതല്ലാതെ സീരീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ്. വോൾട്ടേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. E1, E3, E2, E4. ഇനി ഈ ഫേസർ ഡയഗ്രത്തിലേക്ക് നമുക്ക് നോക്കാം, എങ്ങനെയാണിത് കിട്ടുന്നതെന്ന് നോക്കാം. ആദ്യമേ കറൻറ്റ് I ഇവിടെ ഫ്ലോ ചെയ്യുന്നു. ആ I രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് I1 ആൻഡ് I2. ആ I1 തന്നെയാണ് ഇവിടെ പോകുന്നത്. അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ ഇവിടെ കറണ്ട് 0 ആയിരിക്കും, ഇവിടെ കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഈ I1 തന്നെ ഇവിടെ കൂടി ഫ്ലോ ചെയ്യും, I2 തന്നെ ഇവിടെ ഫ്ലോ ചെയ്യും. ഈ I1 പ്ലസ് I2 ഇങ്ങനെ റിട്ടേൺ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അണ്ടർ ബാലൻസ്ഡ് കണ്ടീഷൻ ഈ E2 വോൾട്ടേജും ഈ E1 വോൾട്ടേജ് എന്താ സെയിം ആണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഒന്നുമില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. സോ ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് തന്നെ ആയിരിക്കും ഇതിനക്രോസ് വരുന്നത്. അപ്പം ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? I1 ഇൻറ്റു R1 പ്ലസ് JXL1 ആണ്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ നോക്കേണ്ട ഫേസർ ഡയഗ്രാം വരക്കുമ്പം നമ്മൾ I1 ആൻഡ് I2 ഇൻ ഫേസ് ആയിട്ട് നമ്മൾ വരക്കാണ്, എക്സ് ആക്സിസിൽ വരക്കാണ് I1 I2. അപ്പം I1ഉം I2നും ഇൻ ഫേസ് ആയിരിക്കും I1 R1. കാരണം എന്താ? റെസിസ്റ്റീവ് സർക്യൂട്ടിലെ കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണ്. സോ I1 ഇവിടെയാണെങ്കിൽ I1 R1 അതൊരു മാഗ്നിറ്റ്യൂഡ് ബേസ് ചെയ്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ I1 R1ൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. R1ൻ്റെ വാല്യൂ വെച്ച് അത് കുറവാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ R1 പോയിൻ്റൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് കുറയുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പം അത് അങ്ങോട്ട് മാറുന്നത് ഫേസർ ഡയഗ്രത്തിൽ പ്രശ്നമില്ല. ഏത് ആംഗിളാണ് എന്നുള്ളതാണ് ഫേസർ ഡയഗ്രത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പോൾ ഇവിടെ I1 R1 അതിപ്പോൾ ഇത്ര നീങ്ങിയാലും ആംഗിളിന് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. പക്ഷേ സർക്യൂട്ട് മൊത്തത്തിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആവുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, I1 R1. ഇനി I1 JXL1 എങ്ങനെയാണ് വരക്കേണ്ടത്? താഴത്തോട്ട് വരക്കണോ മുകളിലോട്ട് വരക്കണോ എന്നുള്ള ഡൗട്ട് വരും. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി അല്ലേ? അപ്പം കറണ്ട് ഇവിടെ ഉണ്ട്, കറണ്ട് ലാഗ് ചെയ്യാണ് വോൾട്ടേജിന്. അപ്പോൾ വോൾട്ടേജ് എവിടെ വരണം? എപ്പോഴും ഫേസർ ഡയഗ്രം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഓർക്കുക. വോൾട്ടേജ് എങ്ങനെ ആയിരിക്കണം? ഇവിടെ ആയിരിക്കണം. അപ്പോഴാണ് വോൾട്ടേജ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ലാഗ് ചെയ്യാണ് 90 ഡിഗ്രി. സോ താഴത്തോട്ടല്ല വരക്കേണ്ട. താഴത്തോട്ട് വരച്ചാൽ എന്ത് പറ്റും? ഇങ്ങനെ വരച്ചാൽ എന്ത് പറ്റും? ഇങ്ങനത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കുമ്പോൾ എന്താ? കറണ്ട് ലീഡ് ചെയ്യാണ്. കറണ്ട് ലീഡ് ചെയ്യല്ല വേണ്ട, കറണ്ട് ലാഗ് ചെയ്യാണ്. സോ കറണ്ട് ലാഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതാണ് I1 XL1 അല്ലെങ്കിൽ ഒമേഗ X ഇസിക്കൽ ടു ഒമേഗ L അല്ലേ? അപ്പോൾ അതാണ് I1 XL1 ആണ് ഒമേഗ L 2πf ഇൻറ്റു L, അതാണ് ഒമേഗ L1. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ ഇതും കൂടി ആഡ് ചെയ്ത് I1 R1ഉം I1 XL1ഉം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? E1 കിട്ടും. ഇതാണ് നമ്മുടെ E1. അപ്പം I1 R1 I1 XL1 J ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ E1 കിട്ടി. ഈ E1 എന്തിനും പ്രൊപ്പോർഷണൽ? E1 തന്നെയാണ് E2. അതുകൊണ്ടാണ് E1 ഇസിക്കൽ ടു E2 എന്ന് അപ്പം തന്നെ ഇവിടെ എഴുതുക. ഇനി E2 ഈ ക്യാപിറ്റൽ E കിട്ടണമെങ്കിൽ E2 പ്ലസ് E4 എടുത്താൽ മതി. അപ്പം E2 അറിയാം, പിന്നെ നമുക്ക് എന്താ വേണ്ടേ? E4 വേണം. E4 എന്താണ്? I2 ഇൻറ്റു R4 ആണ്. I2 ഇവിടെ ഇൻഫേസ് ആയിട്ട് I1 ഇൻഫേസ് ആയിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പം എന്താണ്? I2 E4 എവിടെ വരും? ഈ സെയിം എക്സ് ആക്സിസിൽ തന്നെ വരും. E2 പ്ലസ് E4 എന്ത് കിട്ടി? ക്യാപിറ്റൽ E കിട്ടി. ഓക്കെ, ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ E1ഉം E2ഉം സെയിം ആണ് അല്ലേ? ഈ E1ഉം E2ഉം സെയിം ആണെങ്കിൽ E1ൻ്റെ I1 R1 ഇവിടെ ഉണ്ട്, E2 ഇവിടെ തന്നെയാണ് വരേണ്ടത്. ഈ E2 എന്തിൻ്റെയൊക്കെ സമ്മാണ്? E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 ഇൻറ്റു R2 പ്ലസ് മോൾ R2 പ്ലസ് XL2 ആണ് അല്ലേ?
JXL2 അല്ലേ? അപ്പം ഇത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടണം? ഈ E2 അല്ലെങ്കിൽ ഇവിടെ തന്നെ വരണം. അവിടെ തന്നെ വരണമെങ്കിൽ എന്താണ്? ഈ I1R1 ഈ റെസിസ്റ്റീവ് കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ I1R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കണം? I2 × R2 + സ്മോൾ r2 ഇവിടുത്തെ റെസിസ്റ്റീവ് കമ്പൗണ്ടിൻ്റെ പൊട്ടൻഷ്യലിനോട് ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടാണ് I1R1 = I2 × R2 + സ്മോൾ r2 എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം എന്താ? എങ്ങനെ ആഡ് ചെയ്താലാണ് ഈ സെയിം തന്നെ കിട്ടുള്ളൂ? ഈ റെസിസ്റ്റീവ് കമ്പൗണ്ടും ഈ ഇൻഡക്റ്റീവ് കമ്പൗണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഇൻഡക്റ്റീവ് കമ്പൗണ്ടിന് I1 × XL1 മാത്രമല്ല, എന്താണ്? I2 × XL2 കൂടിയാണ്. അങ്ങനെയാണ് ഈക്വൽ ടു ഇട്ടിട്ട് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഫേസർ ഡയഗ്രാം ക്ലിയർ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിങ്ങനെ കാണാതെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ ഫിഗർ മാത്രം ഓർത്തിരിക്കുക, ഈ സർക്യൂട്ട് ഡയഗ്രാം മാത്രം ഓർത്തിരിക്കുക. സർക്യൂട്ട് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കിട്ടും. ഇനി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ കമ്പോണൻറ്റ് ഇൻറ്റു ഈ കമ്പോണൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? R1 + JXL1 × R4 = R3 × R2 + സ്മോൾ r2 + JXL2. ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എക്സലിന് ഒമേഗ എന്നൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യണം. റിയൽ പാർട്ട് ഏതൊക്കെയാണ്? R1 R4 = R3 × R2 + സ്മോൾ r2. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏതാണ്? R1 = ഈ R4 ഡിനോമിനേറ്ററിൽ പോകും അല്ലേ? R3/R4 × R2 + സ്മോൾ r2. നമുക്ക് ഈ R1ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ. ഇനി ഇൻഡക്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമാജിനറി പാർട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യണം. ωL1 × R4 = ωL2 × R3. ഒമേഗ നമുക്ക് കട്ട് ചെയ്യാം, ജെയും കട്ടായി, ഇമാജിനറി പാർട്ടാണല്ലോ ഇക്വേറ്റ് ചെയ്തത്. L1 = L2R3/R4 L2R3/R4 നമുക്കിതും കിട്ടി. അപ്പം ഈ ഒരു ഇക്വേഷൻ, ഇത് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ ഇക്വേഷനും ഈ ഫേസർ ഡയഗ്രവും എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം മാത്രം അറിഞ്ഞാൽ മതി. ഈ സർക്യൂട്ട് ഡയഗ്രാം അറിയാമെങ്കിൽ നമുക്ക് 8 മാർക്കും കിട്ടും. അപ്പം അത് കഴിഞ്ഞു. ഇനി 6 മാർക്കിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് ക്യാൻ ബി ഹൗ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് ക്യാൻ ബി പെർഫോംഡ് യൂസിങ് സ്പിയർ ഗ്യാപ്പ്. സ്പിയർ ഗ്യാപ്പ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റ് പെർഫോം ചെയ്യുന്നത്? സ്പിയർ ഗ്യാപ്പ് മെത്തേഡാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ മെത്തേഡാണ്. The breakdown voltage of a spark gap between two metal spheres may be used as a measure of voltage up to the highest encountered high voltage testing യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്പിയർ ഗ്യാപ്പ്. ദ നോർമൽ അറേഞ്ച്മെൻറ്റ് എന്താണ്? അതിൻ്റെ അറേഞ്ച്മെൻറ്റ് 2 ഈക്വൽ സൈസ്ഡ് പോളിഷ്ഡ് ആയിട്ടുള്ള അലൂമിനിയം അലോയ് സ്പിയേഴ്സ് ഉണ്ടാവും. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഒരു എയർ ഗ്യാപ്പിലാണ്. സ്പിയേഴ്സ് ആർ യൂഷ്വലി മൗണ്ടഡ്. സ്പിയേഴ്സ് എങ്ങനെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? വെർട്ടിക്കലി ആണ്, വൺ അബോവ് ദി അതർ. വിത്ത് ലോവർ സ്പിയർ എന്ത് ചെയ്യും? താഴത്തെ സ്പിയർ എന്ത് ചെയ്യും? എർത്ത് ചെയ്തിരിക്കും. ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ സ്പിയർ ഈസ് റേസ്ഡ്. വോൾട്ടേജ് മറ്റേതിൽ കൂട്ടിക്കഴിയുമ്പോൾ ബിറ്റ്വീൻ ദ സ്പിയർ എന്ത് ചെയ്യും? കൂടും. അൺടിൽ എ സ്പാർക്ക് പാസസ് ബിറ്റ്വീൻ ദ രണ്ട് സ്പിയറിനിടയിൽ എന്ത് സംഭവിക്കും? ഒരു സ്പാർക്ക് ഉണ്ടാവും. ദ വാല്യൂ ഓഫ് ദ വോൾട്ടേജ് റിക്വയർഡ് ടു സ്പാർക്ക് ഉണ്ടാവാനുള്ള ആ വോൾട്ടേജ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ സ്പിയറിനിടയിലുള്ള എയർ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോഴാണ് അവിടെ സ്പാർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ. പിന്നെ എന്തിനാണ്? സൈസ് ഓഫ് ദ സ്പിയർ. ചെറുതാണെങ്കിൽ ഇത്ര ഏരിയയിൽ എയർ ഉള്ളൂ, വലിയതാണെങ്കിലോ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? സൈസ് ഓഫ് ദ സ്പിയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്പിയർ ആൻഡ് മെനി അതർ ഫാക്ടേഴ്സ്. ഇനി കാലിബ്രേഷൻ ടേബിൾ എന്ത് ചെയ്യും? നമ്മൾ പ്ലോട്ട് ചെയ്യും. എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻ്റൽ വർക്ക് വിത്ത് ഡിഫറെൻറ്റ് സൈസ്. പല സ്പിയർ സൈസിൽ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തി ഡിഫറെൻറ്റ് എയർ ഗ്യാപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് കണ്ടീഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, മോയ്സ്ചർ കണ്ടന്റ്, അങ്ങനെ പലതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ടേബിൾ പ്ലോട്ട് ചെയ്യും.
ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കറസ്പോണ്ടിങ് ടു ആക്ച്വൽ വർക്കിംഗ് കണ്ടീഷൻ മേ ബി ഡയറക്ട്ലി റീഡ്. അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ഏത് വോൾട്ടേജിന് എത്ര ലെങ്ത് ഉണ്ട്, സ്പീഡ് തമ്മിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കിട്ടും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പം ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 സ്പീർ വെക്കുന്നു, നമ്മൾ ഇതിൻ്റെ ഇടയിൽ വോൾട്ടേജ് ഇത് എർത്ത് ചെയ്യും, ഇതിൽ വോൾട്ടേജ് കൂട്ടും, ഇവിടുത്തെ എയർ ബ്രേക്ക് ഡൗൺ ആവുന്നു. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും, അപ്പോഴാണ് സ്പാർക്ക് കാണുന്നത്. അത് ടേബിളിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ദിസ് കാലിബ്രേഷൻ ടേബിൾ ഗീവ്സ്, ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ വോൾട്ട്മീറ്റർ ഒക്കെ മെഷർ ചെയ്യുന്നത് എന്താണ്, RMS വോൾട്ടേജ് ആണ്. നമുക്ക് കിട്ടേണ്ട ഏതാണ്, പീക്ക് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, RMS × √2 ചെയ്താൽ മതി. ടു ഒബ്റ്റെയിൻ ദ പീക്ക് വോൾട്ടേജ് ഫ്രം റിസൾട്ട് ഗിവൺ ഇൻ ദ ടേബിൾ, നമ്മൾ എന്ത് ചെയ്യും, √2 മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ. ഇനി അഡ്വാൻറ്റേജ്, സ്പിയർ ഗ്യാപ്പ് എന്ത് ചെയ്യാം, നമുക്ക് പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് വേവ് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. കാലിബ്രേഷൻ ഓഫ് വോൾട്ട്മീറ്റർ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഹൈ വോൾട്ടേജ് ടെസ്റ്റിങ്ങിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ സ്പിയർ ഗ്യാപ്പ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ മെത്തേഡ് എന്താണ്, സിമ്പിളാണ്. പിന്നെന്താണ്, സ്പിയർ ഗ്യാപ്പ് നമുക്ക് എവിടെയും യൂസ് ചെയ്യാം, സർജ് ടെസ്റ്റിൽ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈ വോൾട്ടേജ് ടെസ്റ്റിങ്ങിൽ സെയിം തന്നെയാണ് ആപ്ലിക്കേഷൻ. ഇത്രയും ഓർത്തിരിക്കുക, ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് നമുക്ക് ഈ കാലിബ്രേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പിയർ ഗ്യാപ്പ് മെത്തേഡ് മെഷർ ചെയ്യാൻ പറ്റും ഹൈ വോൾട്ടേജ്. ഇതെന്താ, കണ്ടിന്യൂസ് റെക്കോർഡ് ഓഫ് മെഷർമെൻറ്റ് കിട്ടുന്നില്ല. എന്താണ്, ആ വോൾട്ടേജ് ഏത് വോൾട്ടേജിലാണ് ബ്രേക്ക് ആവുന്നത്, ആ പീക്ക് വാല്യൂ വോൾട്ടേജ് മാത്രമേ നമുക്ക് ആ ടേബിളിൽ നിന്ന് കിട്ടുള്ളൂ. ഇതിന് സ്യൂട്ടബിൾ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം, കാരണം സ്പാർക്ക് ഉണ്ടാവുന്നതാണ്. ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ആണ്. ഇതൊരു ഹൈലി അക്യുറേറ്റ് മെത്തേഡൊന്നും അല്ല, പക്ഷേ നമുക്കിത് ഒരു അപ്രീഷ്യബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ന് പറയാം. ഇതാണ് അതിൻ്റെ ഫിഗർ, ഇതാണ് നടക്കുന്നത്. ഇവിടെയാണ് 2 സ്പിയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, ഹൈ വോൾട്ടേജ് കണക്ഷൻ ഇതിൽ കൊടുക്കുന്നു. ഇത് എർത്ത് പ്ലെയിൻ ആണ്, എർത്ത് ചെയ്യുന്നു. ഇത് എയർ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ, ഇൻസുലേറ്റഡ് സപ്പോർട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി 16th ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എ പാർട്ട്, explain how unknown capacitance is measured using Shering's bridge. It needs circuit diagram, പിന്നെ unknown capacitance ന്റെ എക്സ്പ്രഷൻ, ഫേസർ ഡയഗ്രാം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നേരത്തെ പോലെ തന്നെ സർക്യൂട്ട് ഡയഗ്രാം, ഫേസർ ഡയഗ്രാം, പിന്നെ അതിൻ്റെ എക്സ്പ്രഷൻ, അതിനായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത്. C1 കപ്പാസിറ്റൻസ് മെഷർ ചെയ്യേണ്ടത്, അതിന് കൂടെയുള്ള റെസിസ്റ്റൻസ് R1, സ്റ്റാൻഡേർഡ് കപ്പാസിറ്റർ, നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ. ഓക്കെ. പിന്നെ ഒരു വേരിയബിൾ കപ്പാസിറ്റർ, വേരിയബിൾ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് C4. നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം, അപ്പം ക്ലിയർ ആവും. ഇതാണ് ഷെറിങ്സ് ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. എന്താണ്, കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള C1, അതിൻ്റെ സീരീസ് ആയിട്ടുള്ള R1, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് R3 ഉണ്ട്, C2, C4 ആൻഡ് R4. ബാലൻസ്ഡ് കണ്ടീഷനിൽ എന്താണ്, ഇവിടെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. I1 തന്നെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു, I2 ഇങ്ങനെ പോകുന്നു. ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ I1ഉം I2 എന്താണ് നമ്മളെടുക്കുന്നത്, ഈ എക്സ് ആക്സിസിലെടുക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ I2 എന്ന് പറയുന്നത് കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ടാണ്. കപ്പാസിറ്ററിൽ കൂടി പോകുന്ന കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും I2 എങ്ങനെയായിരിക്കും, ആംഗിൾ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ഇവിടെ റെസിസ്റ്ററിൽ കൂടി പോകുന്നത്, ഇവിടെ I4, ഇതാണ് I4, ഇത് IC, ഇതാണ് I2. അപ്പോൾ ഈ I4 ആണ് റെസിസ്റ്ററിൽ കൂടി പോകുന്നത്. സോ I1ഉം I4ഉം ഇൻ ഫേസ് ആയിട്ട് ആദ്യം വരക്കുക, എക്സ് ആക്സിസിൽ വരക്കുക. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, E4ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുകയാണ്. E4 ആണ് എടുത്തിരിക്കുന്നത്. E4 എന്തിൻ്റെയൊക്കെയാണ്, E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ I4 × R4 ആണ് അല്ലേ. അപ്പം E4 = I4ന് ഇവിടെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന IR ആണ് കേട്ടോ. അപ്പം IR IC എന്ന് എടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ എടുക്കണമെങ്കിൽ IR എന്ന് തന്നെ എടുക്കാം.
IR ഇൻറ്റു R4 കിട്ടി, I4. ഇനി ഈ E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR ഇൻറ്റു R4 മാത്രമല്ല, പിന്നെ എന്താണ് IC ഇൻറ്റു XC4 കൂടിയാണ് അല്ലേ, IC ഇൻറ്റു XC4 കൂടിയാണ്. അപ്പോൾ അതാണ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കാനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് IC ബൈ ωc4 എന്ന് എഴുതിയിരിക്കുന്നത്. IC ഇൻറ്റു XC4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XC = 1/ωc അല്ലേ, IC ബൈ ωc4 അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടെർമിനലിന് നെക്രോസ് ഉള്ളതാണ്. ഈ രണ്ട് ടെർമിനൽ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ C4-നും റെസിസ്റ്റൻസ് R4-നും അക്രോസ് ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. ഇനി അടുത്ത എന്താണ് I4 പ്ലസ് IC. ഈ I4 ഇല്ലെങ്കിൽ IR പ്ലസ് IC ആണ് I2 കണ്ടോ. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു I4 അല്ലെങ്കിൽ I4 = IR എന്ന് പറഞ്ഞാലും മതി, I4 = IR. ഈ IR-ഉം ഈ IC-യും IC എങ്ങനെയാണ് ഇവിടെ വന്നത്, കപ്പാസിറ്ററിൽ എങ്ങനെയാണ് കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയാണ്. കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ ഇവിടെയാണ് വരച്ചത്. അപ്പം ലീഡ് ചെയ്യണമെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കറണ്ട് ഇവിടെ വരക്കണം. സോ IC പ്ലസ് I4 ഗീവ്സ് I2. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം, ഫേസർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗറിൽ IR = I4 എന്നും കൂടി ഓർത്ത് വെച്ചാൽ ക്ലിയറായി. I1 കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നു, അത് തന്നെ ഇവിടെ ഫ്ലോ ചെയ്യുന്നു. I2 ഇങ്ങനെ വരുന്നു, ഇവിടെയും I2 ആണ്. ഈ I2 = IR പ്ലസ് IC എന്നോ I4 പ്ലസ് IC എന്നോ ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പം ഇവിടെ എന്താണ്, ഈ കറണ്ട് I1-ഉം ഈ റെസിസ്റ്ററിൽ കൂടി പോകുന്നതും ഈ I4 ഈ സർക്യൂട്ടിൽ റെസിസ്റ്ററിൽ കൂടി പോകുന്ന ആകെയുള്ള കറണ്ട് IR അല്ലെങ്കിൽ I4 ആണ്. അത് രണ്ടും എന്ത് ചെയ്തു, നമ്മൾ എക്സ് ആക്സിസിൽ ഇൻഫേസ് ആയിട്ട് വരച്ചു. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഈ കറണ്ട്. ഓക്കെ, അടുത്തത് വോൾട്ടേജ് നമുക്ക് എടുക്കാം. നമുക്ക് I4 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റുന്നത് ഇവിടുത്തെ വോൾട്ടേജാണ്. I4 അറിയാമെങ്കിൽ I4 × R4 എന്താണ്, ഇൻ ഫേസ് തന്നെ ആയിരിക്കും. അതാണ് I4 × R4. ഇനി അടുത്ത എന്താണ്, ഈ വോൾട്ടേജ് തന്നെയാണ് ഇവിടുത്തെയും വോൾട്ടേജ്, സെയിം ഫേസിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷനാണ്, IC × XC4 ആണ്. ആ വോൾട്ടേജ് എങ്ങനെയായിരിക്കും, അതും IC ബൈ ωc4. ഇത് രണ്ടും ഈക്വലാണ്. ഇനി ഈ IC-യുടെ ഡയറക്ഷൻ എങ്ങനെ വരക്കാം, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രിയാണ് കപ്പാസിറ്റർ. അപ്പോൾ IC എങ്ങനെയായിരിക്കും, ഈ വോൾട്ടേജിന് 90 ഡിഗ്രി ആയിട്ട് IC വരക്കാം. IC അറിയാം, I4 അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ I2 കിട്ടും. അതാണ് ഇവിടെ വരച്ചിരിക്കുന്ന I2. ഇനിയിപ്പം നമുക്ക് E3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I1 × R1 ആണ്. ഇവിടെ I1 ഉണ്ടെങ്കിൽ I1 × R3 എങ്ങനെയാണ്, അതും ഇൻ ഫേസ് ആണ്. അങ്ങനെയാണ് നമ്മളിവിടെ E3 വരച്ചിരിക്കുന്നത്. E3 വരച്ചു. ഇനി അടുത്ത് എന്താ, I1 × ωc1. ഈ I1-ൻ്റെ ഫേസർ ഡയഗ്രാം നമുക്കറിയാം. I1 എക്സ് ആക്സിസിലാണെങ്കിൽ കപ്പാസിറ്ററിൻ്റെ എന്താ, കറണ്ട് ലീഡിങ് ആണ്. കറണ്ട് ലീഡിങ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് ലീഡിങ് ആവണമെങ്കിൽ വോൾട്ടേജ് I1 × XC1 എവിടെയായിരിക്കണം, ഇങ്ങനെ വരക്കണം. ഇപ്പോഴല്ലേ 90 ഡിഗ്രി വോൾട്ടേജ് ലാഗ് ചെയ്തുള്ളൂ. ഈ കറണ്ട് I1 × XC1 ലാഗ് ചെയ്തു 90 ഡിഗ്രി. എന്ത് ചെയ്തു, I1 × XC1 നമ്മൾ എന്ത് ചെയ്തു, I1 × R1. R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ റെസിസ്റ്റൻസ് I1 × R1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാപിറ്റൽ ലെറ്റർ E1. ഈ പൊട്ടൻഷ്യൽ E1 കിട്ടി. ഈ E1 തന്നെയാണ് E2 അല്ലേ, അത് തന്നെയാണ് E2. E2-ൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, I2 × XC2, I2 ബൈ ωc2. ഇനി എന്താണ്, E2 പ്ലസ് E4 എന്താണ് നമുക്ക് കിട്ടുന്നത്, ക്യാപിറ്റൽ E കിട്ടും, സപ്ലൈ വോൾട്ടേജ് കിട്ടും. സോ ഇത് കിട്ടി, E1 കിട്ടി, പ്ലസ് E4 കിട്ടി, നമുക്ക് എന്ത് കിട്ടും, ഇത് കിട്ടി. ഓക്കെ,
ഒന്നും കൂടി പറയാം, സിമ്പിളാണ്, പക്ഷെ ഒന്നും കൂടി ശ്രദ്ധിച്ചിരുന്നാലേ കിട്ടുള്ളൂ. കറണ്ട് I1 തന്നെയാണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. I2 ഇങ്ങനെ പോകുന്നു. ഇവിടെ IR I4 എന്ന് ഓർത്ത് വെച്ചാൽ മതി. R4 ഉണ്ട്, C4 ഉണ്ട്. ഈ I1 I4 നമ്മൾ എക്സ് ആക്സിസിൽ ആദ്യം വരക്കേണ്ടത് റെസിസ്റ്റീവ് കൂടി പോകുന്ന 2 കറണ്ടാണ്. അടുത്ത എന്താണ്? I1 R1 സ്മോൾ ആണ്, അത് ഇവിടെ വരച്ചു. ഇനി അടുത്ത എന്താണ്? I4 × R4, അത് നമ്മളിത് ഇവിടെ ഇത്രയും വരച്ചു. ഇത്രയാണ് മാഗ്നിറ്റ്യൂഡ് കൊടുത്തിരിക്കുന്നത്, I4 × R4. പിന്നെ IC × C4 അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? ഈ ക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് E4. ആ E4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വോൾട്ടേജ് ആണ് പാരലി കണക്ട് ചെയ്തിരിക്കുന്ന കാരണം IC × XC4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു IR × R4 ആണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന I4 ആണെങ്കിൽ I4. അപ്പോൾ I4 × R4 ഉണ്ട്, IC × XC4, IC/ωc4. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടി, ഇത്രയും കിട്ടി. ഇനി എന്താണ് അടുത്തത്? ഈ IC-യുടെ ആംഗിളാണ് കിട്ടേണ്ടത്. IC എങ്ങനെയാണ്? കറണ്ട് ലീഡ് ചെയ്യാണ്. സോ IC ഇവിടെ വന്നു. IC-യും I4 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഈ I2, ഇവിടെ കൂടി പോകുന്ന I2 കിട്ടി. ഇനി അതനുസരിച്ച് താഴത്തോട്ടുള്ളത് എടുക്കുക. താഴത്തുള്ളത് എങ്ങനെയാണ് എടുക്കുന്നത്? ഈ I1 × XC1, I1ൻ്റെ ഡയറക്ഷൻ അറിയാം. സോ കറണ്ട് ലീഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടുത്തെ പൊട്ടൻഷ്യൽ XC1 ക്രോസുള്ള പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. അതുകൊണ്ട് അതിങ്ങനെ വരച്ചു. ഇനി എന്ത് ചെയ്തു? ഈ I1 R1 നമ്മൾ നേരത്തെ തന്നെ മാർക്ക് ചെയ്തു. അത് വെച്ച് നമുക്ക് E1 കിട്ടി. ഈ E1 തന്നെയാണ് ഈ E2, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് E2 + E4 എടുത്ത് നമുക്ക് എന്ത് ചെയ്തു? ക്യാപിറ്റൽ E സപ്ലൈ വോൾട്ടേജ് E കിട്ടി. ഇതിന് എന്താണ് പറയാനുള്ളത്? ഷെറിൻസ് ബ്രിഡ്ജിൻ്റെയൊക്കെ ഈ സർക്യൂട്ട് ഡയഗ്രാം അറിയാമെങ്കിൽ ഫേസർ ഡയഗ്രാം വളരെ എളുപ്പം വരക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇത് കാൽക്കുലേഷനും കൂടി, അൺനോൺ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള കാൽക്കുലേഷനാണ്. നമുക്കതൊന്ന് നോക്കാം. R1 + J R1 + XC1 ഇൻറ്റു ഇത് കണ്ടോ പാരലാണ്. അപ്പോൾ പാരലാണെങ്കിൽ എങ്ങനെയാ? R4 XC4 R4 + XC4 അല്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും? R4 XC4 എന്ന് പറഞ്ഞാൽ എന്താ? 1/ωc4 R4 + 1/ωc4. സോ ωc4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ R4 ωc4 + 1/ωc4ഉം ഇവിടുത്തെ ഇതും കൂടി ക്യാൻസൽ ചെയ്ത് ഇതാണ് നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് വരുന്നത്. സോ R1 + R1 XC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? R1 + 1/ωc1 ഇൻറ്റു ഇത് അല്ലേ? R4 + R4 ωc4 + 1. ഇതാണ് ഈ 2 ടേമിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഇതോ വിച്ച് ഈസ് ഈക്വൽ ടു R3 × 1/ωc2. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പം ഇതിനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും എളുപ്പം നമുക്ക് കാൽക്കുലേഷന് R1 + 1/ωc1 ഇൻറ്റു R4 which is equal to R4 ωc4 + 1 into R3/ωc2. R3/ωc2 into 1 + ωc4 R1 + 1/jω. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ ജെ എഴുതിയിട്ടില്ല. ഒമേഗയുടെ ഒക്കെ കൂടെ ഒരു ജെ കമ്പോണൻ്റ് ഉണ്ട്.
അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? 1/j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -j ആണ്. എങ്ങനെ കിട്ടിയേ? j × j, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ? j² -1 ആണ്. സോ -j. അപ്പം ഇവിടെ എന്ത് കിട്ടും? r1 - j/ωc1 into r4 equal to 1 + j r4 c4 omega into r3/ωc2 into -j. ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. r1 r4. ഇത് ഇമാജിനറി ടേം. നമ്മൾ റിയൽ ടേം മാത്രം എടുക്കുകയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇമാജിനറി ടേമും ഈ j × j എന്താ? j² -1 ആണ്. മൈനസ് ഓൾറെഡി ഉണ്ട്. അപ്പം മൈനസ് പ്ലസ് ആവും. r4 c4 ഒമേഗ r3/ωc2. ഒമേഗ ക്യാൻസൽ ചെയ്തു. നമുക്ക് വേണ്ടത് ഏതാ? r1. r4ഉം ക്യാൻസലായി. സോ r1 ഈക്വൽ ടു c4 r3/c2. c4 r3/c2. c4 r3/c2 നമുക്ക് കിട്ടി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. r1 ഇക്വേഷൻ കിട്ടി. ഇനി അടുത്ത എന്താണ് നമുക്ക് വേണ്ടത്? c1 ഇക്വേഷനാണ് അല്ലേ? അപ്പോൾ ഇമാജിനറി ടേം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. -1/ωc1 into r4 equal to -j അല്ലേ? അപ്പം -r3/ωc2. ഒമേഗ ക്യാൻസൽ ചെയ്തു. c1 equal to c2/r3 into r4. c2 into r4 by r3. നമുക്ക് ആ ഇക്വേഷനും കിട്ടി. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ ഈ ഫേസർ ഡയഗ്രാം നമുക്ക് വരക്കാം. നമുക്ക് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് വളരെ എളുപ്പം ഇക്വേഷനും കിട്ടും. അതിൻ്റെ സ്റ്റെപ്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്തതുപോലെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇത് കിട്ടിയത് എങ്ങനെയാണ്? രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ എങ്ങനെ? r1 r2/r1 + r2 ആണ്. ഇവിടെ r4/xc4 റെസിസ്റ്റൻസ് r1 r2/r1 + r2. അപ്പോൾ എന്താ? r4 1/j ωc4 r4 + 1/j ωc4. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ r4/r4j ωc4 + 1 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്താ? ഇത് ഈ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് റിയലും ഇമാജിനറിയും ഇക്വേറ്റ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഡിസിപ്പേഷൻ ഫാക്ടർ ടാൻ ഡെൽറ്റ ആണ്. ടാൻ ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r1/xc1 ആണ്. എങ്ങനെയാണ് r1/xc1? ഡിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കപ്പാസിറ്ററിൽ സി മാത്രം മതി, പക്ഷെ ഒരു സ്മോൾ റെസിസ്റ്റൻസ് ഉണ്ട് r. അപ്പം അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഡിസിപ്പേഷൻ ഫാക്ടർ. സോ r1 ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് ഇതിനെ ക്രോസുള്ള വോൾട്ടേജ്. ഇതിനെ ക്രോസുള്ള വോൾട്ടേജ് രണ്ടും സെയിം കറണ്ടായി ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് r1/xc1 വരും. xc1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? r1 × ωc1. അതാണ് r1 × ωc1. ഇനി ഒമേഗ ഇൻറ്റു c1 r4/r3 × c2 ഇൻറ്റു r3/c2 × c4 ഒമേഗ r4 c4 ഒമേഗ r4 c4.
നമ്മൾ ആ ഒരു കൺസെപ്റ്റും മെത്തേഡും മാത്രം പഠിച്ചാൽ മതി, നമുക്കിതെല്ലാം കിട്ടും. ഫ്രം ദി ഇക്വേഷൻ ഓഫ് C1. ഇനി അടുത്ത എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഒരു 1 ഫ്രീക്വൻസിയിലെ ഡിസിപ്പേഷൻ ഫാക്ടർ നമുക്ക് ഈക്വലി എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ R4 കോൺസ്റ്റൻ്റ് ആണെങ്കിൽ C4അനുസരിച്ചാണ് ബാക്കിയെല്ലാം വേരി ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. C4അനുസരിച്ച് നമുക്ക് R1 വേരി ചെയ്യാം, അതുപോലെ R4അനുസരിച്ച് C1ഉം ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫേസർ ഡയഗ്രവും അതിൻ്റെ ആ സർക്യൂട്ട് ഡയഗ്രാം, രണ്ട് R1ഉം C1ഉം ഉള്ള ഇക്വേഷൻ, ഇത്രയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി കറണ്ടിൻ്റെ മാർക്കിങ്, അതിൻ്റെ നോൺ ഇൻഡക്റ്റീവ് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നതിലാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി അതിനകത്ത് ബി പാർട്ടാണ്. വിത്ത് റെലവൻറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ എർത്ത് റെസിസ്റ്റൻസ് ഇസ് മെഷേർഡ് യൂസിങ് പൊട്ടൻഷ്യൽ ഫാൾ മെത്തേഡ്. എർത്ത് റെസിസ്റ്റൻസ് പൊട്ടൻഷ്യൽ ഫാൾ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ്. അതിനൊരു ഫിഗർ ഉണ്ട് ഇവിടെ. എർത്ത് ഇലക്ട്രോഡ് ബി ഉണ്ട്, പിന്നെ ഒരു ഓക്സിലറി ഇലക്ട്രോഡ് ഉണ്ട്. അതിനെക്രോസ് ഒരു കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യും. ഇതിനെക്രോസുള്ള പൊട്ടൻഷ്യൽ മെഷർ ചെയ്യും. പൊട്ടൻഷ്യലിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. A current is passed through earth electrode E to an auxiliary electrode B. എർത്ത് ഇലക്ട്രോഡിനും ഈ ഓക്സിലറി ഇലക്ട്രോഡിനും അക്രോസ് ഒരു കറണ്ട് പാസ് ചെയ്യും. ഈ രണ്ട് ഇലക്ട്രോഡും എർത്തിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻസേർട്ടഡ് ഇൻ എർത്ത് അറ്റ് എ ഡിസ്റ്റൻസ് അവേ ഫ്രം ദ ഈ ഓക്സിലറി ഇലക്ട്രോഡ് ഈ എർത്ത് ഇലക്ട്രോഡിൽ നിന്ന് ഒരൊറ്റ ഡിസ്റ്റൻസ് മാറിയാണ് സ്പൈക്ക് മറ്റേ എർത്തിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതൊരു അയൺ സ്പൈക്കാണ്. അതുകൂടാതെ ഒരു സെക്കൻഡറി ഓക്സിലറി ഇലക്ട്രോഡ് എടുക്കും നമ്മൾ എ. അത് ഇനും ബിനും ഇടയിൽ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യും. എ ഇസ് ഇൻസൈഡ് ഇൻ ദ എർത്ത് ബിറ്റ്വീൻ ഇ ആൻഡ് ബി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കറണ്ട് എവിടെയാണോ ഫ്ലോ ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റ് രണ്ടെണ്ണത്തിന് അക്രോസ് എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യും. ദ ലൈൻസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോഡ്. അപ്പം നമുക്കറിയാം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇത് പോസിറ്റീവ്. നെഗറ്റീവിൽ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ പുറത്തോട്ടാണെങ്കിൽ ഇതെന്ത് ചെയ്യും, കൺവേർജസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഇലക്ട്രോഡ് കറണ്ട് ഡൈവേർജസ് ആണെങ്കിൽ അതർ ഇലക്ട്രോഡിൽ എന്തായിരിക്കും, കറണ്ട് കൺവേർജസ് ആയിരിക്കും. അതൊരു ക്ലോസ്ഡ് പാത്ത് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ. ആസ് എ റിസൾട്ട് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. വിസിനിറ്റി ഓഫ് ദ ഇലക്ട്രോഡിൽ ഇവിടെ എന്തായിരിക്കും, ഡെൻസിറ്റി കൂടുതലായിരിക്കും, കറണ്ട് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പൊട്ടൻഷ്യലിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകും. അതേസമയം ഒരു റീസണബിൾ ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ റെസിസ്റ്റൻസ് ഓഫ് ദ എർത്ത് അപ്പം മെഷർ ചെയ്യണമെങ്കിൽ ഈ വോൾട്ടേജ് ബൈ കറണ്ടാണ് എടുക്കുന്നത്. അപ്പം ഈ വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ്. ഈ വോൾട്ടേജ് ഇവിടെ വെച്ചാണ് മെഷർ ചെയ്യുന്നതെങ്കിലും ഇവിടെ ഇതിനടുത്താണെങ്കിലും ഇതിനടുത്താണ് ഈ പോയിന്റ് എ വെക്കുന്നതെങ്കിൽ ഒരുപാട് വേരിയേഷൻ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സേഫ് ഏരിയ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡിയും സിയും. അതിന് അക്രോസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെക്കൻഡ് ഓക്സിലറി ഇലക്ട്രോഡായിട്ടുള്ള എ പ്ലേസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എർത്ത് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു V by I. ദ പൊസിഷൻ ഓഫ് ഇലക്ട്രോഡ്സ് ഇ ആൻഡ് ബി ഇയും ബിൻ്റെയും പൊസിഷൻസ് ഫിക്സ്ഡ് ആണ്. പൊസിഷൻ ഓഫ് എ എന്ത് ചെയ്യാം, നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ അത് എങ്ങനെയായിരിക്കണം, ഈ ഡിനും സിനും ഇടയ്ക്കായിരിക്കണം ചേഞ്ച് ചെയ്യേണ്ടത്. ആ ഫിഗർ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് ദ മെഷേർഡ് വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പൊസിഷൻ ഓഫ് ഓക്സിലറി ഇലക്ട്രോഡ്. ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് എയിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്ത് എർത്ത് റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. എർത്ത് റെസിസ്റ്റൻസ് റൈസസ് നമ്മൾ ഇതിൻ്റെ വിസിനിറ്റിയിൽ വന്നാലും എർത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഇനിഷ്യലി റൈസസ് റാപ്പിഡ് ഇനിഷ്യലി. വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇയും ഓക്സിലറി ഡിസ്റ്റൻസ് കൂട്ടുന്നതനുസരിച്ചോ അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കും. കാരണം എന്താ, പൊട്ടൻഷ്യൽ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. അത് ബീൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ വീണ്ടും കൂടും. അപ്പോൾ പ്ലേസിങ് ഓഫ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ സീരിയസ് എറർ ഉണ്ടാവും. ഇൻകറക്റ്റ് പ്ലേസിങ് കാരണം സീരിയസ് എറർ ഉണ്ടാവും. കറക്റ്റ് വാല്യൂ ഓഫ് എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു സേഫ് ഡിസ്റ്റൻസ് ആണ് ഡിയും സിയും കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഫാൾ ഓഫ് പൊട്ടൻഷ്യൽ മെത്തേഡ്. ഓക്കെ, ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3 KTU ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.